ഇതുവരെ നേരം വെളുക്കാത്ത UDFകാരോ അല്ല മുസ്ലിം ലീഗുകാരോ ചോദിക്കട്ടെ, നിപ്പ വൈറസിനെ ഏത് രീതിയിലാണ് ശൈലജ ടീച്ചറൊക്കെ പ്രതിരോധിച്ചത്? മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഏത് രീതിയിലായിരുന്നു? നമ്മളിതൊക്കെ കണ്ടതല്ലേ. ഇവിടെ എന്തെങ്കിലും തരത്തിൽ അന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ഇല്ല. പക്ഷെ അന്നും നിങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് വവ്വാലിൽ നിന്നല്ല ഇത് വരുന്നതെന്നും, എന്താ കേരളത്തിൽ ഇന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ ഈ വവ്വാല്, അല്ല എന്റെ അച്ഛനൊക്കെ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഈ വവ്വാൽ ഉണ്ടായിരുന്നില്ലേ എന്ന ചോദ്യം ചോദിച്ച അതേ വ്യക്തി, കർമ്മ എന്നൊന്നും ഉണ്ടല്ലോ, അതേ വ്യക്തി തന്നെ അതേ കസേരയിൽ കയറി ഇരിക്കുകയാണ് ആരോഗ്യ വകുപ്പില്. ഇപ്പൊ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൊഞ്ഞലം കുത്തുന്നു. ചോദ്യം ഇങ്ങോട്ട് വേണ്ട, അങ്ങോട്ട് പറഞ്ഞത് കേട്ടാ മതി എന്നുള്ളതൊന്നും നടക്കൂല. ജനാധിപത്യ രാജ്യമാണ്, ചോദിക്കുക തന്നെ ചെയ്യും. ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയേ വെക്കുള്ളൂ. അത് വേറെ കാര്യം. നമുക്ക് കേൾക്കാൻ കുറച്ച് കാര്യങ്ങള്. ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ, ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഈ നിപ റിപ്പോർട്ട് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്നു. എല്ലാ നിർദ്ദേശവും കൊടുത്തിട്ടാണ് തിരുവനന്തപുരത്ത് വന്നിട്ട് കേരളത്തിന്റെ മൊത്തം വിഷയങ്ങൾ നോക്കണ്ടേ. ഈ രോഗം ഇന്ന ഭാഗത്ത് മാത്രമല്ല, കേരളത്തിൽ എല്ലായിടത്തും പടരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഞാൻ തിരുവനന്തപുരത്ത് തന്നെ വന്ന് ഉന്നത ഉദ്യോഗസ്ഥന്മാരെ യോഗം വിളിച്ചത്. അതിന്റെ ചുമതലയില്ല. അതുകൊണ്ട് ഇത് വ്യാപിച്ചിട്ടില്ല. ഇതുവരെ കിട്ടിയ റിസൾട്ടൊക്കെ നെഗറ്റീവാണ്. അപ്പോൾ മാത്രമല്ല, ഇന്നിപ്പോൾ ജനപ്രതിനിധികളുടെ യോഗം വിളിക്കാൻ റവന്യൂ മന്ത്രി ഇപ്പോൾ കോഴിക്കോടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കണ്ടേ, ഉദ്യോഗസ്ഥന്മാരെ വിളിക്കണം, നിർദ്ദേശം കൊടുക്കണം. അപ്പോൾ ഇതിലൊക്കെ എടുക്കുന്ന സമീപനം തികച്ചും ദൗർഭാഗ്യകരമാണ്. ഇതൊരു വീണ് കിട്ടിയ ഒരായുധം പോലെ പ്രതിപക്ഷം പെരുമാറുന്നത് ശരിയല്ല. ആരാണ് പറയുന്നേ? നിപ്പയൊക്കെ വവ്വാലിൽ നിന്നുണ്ടാവുന്നതാണെന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളിയിട്ട് ഡയലോഗ് അടിച്ചിട്ട് അന്ന് നിങ്ങൾ പ്രതിപക്ഷത്തിരുന്ന് കാണിച്ചു കൂട്ടിയ കോപ്രായത്തനങ്ങളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ അത്രക്ക് അന്തസ്സില്ലാത്തവരൊന്നല്ല പ്രതിപക്ഷത്തിരിക്കുന്നത്. നിങ്ങൾക്കുള്ള മറുപടി കേട്ടോ. അനാവശ്യമായ പ്രസ്താവനകൾ ആരോഗ്യമന്ത്രി ഈ സമയത്ത് നടത്തരുത്. വീണിട്ടിയ ആയുധം എന്നാണ്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ആയുധം വെച്ച് ഇപ്പൊ അങ്ങനെ വീശുന്നുണ്ടോ? ഞങ്ങൾ മാന്യത കാണിക്കുകയാണ്. ഇവിടെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. അതെ, അല്ല, ഞാൻ പഴയ പ്രസംഗത്തിലേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല. പോണ്ട, നിങ്ങൾ പോണ്ട, ഞങ്ങള് പോവും. ഞങ്ങൾ ചൂടി കാണിക്കുക തന്നെ ചെയ്യും. ഇമാതിരി ഊളത്തരം പറഞ്ഞ ആളുകളെ ജയിപ്പിച്ച കസേരയിൽ കയറി ഇരുന്നിട്ട് മെഡിക്കൽ കോളേജിന് അനാസ്ഥ കാരണം എത്ര ആളുകൾ മരിച്ചോടോ? ഇപ്പോ പല പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അവർ ഭരിക്കുമ്പോ മാത്രം പ്രശ്നം, നമ്മൾ ഭരിച്ചാലൊക്കെ ഏഹേ അല്ലേ? ആ രീതിയിലേക്കൊന്നും കളിക്കല്ല എന്റെ പൊന്നു കിങ്ങിണിക്കുട്ട. ഞങ്ങൾ പറയേണ്ടത് പറയും. ഇനി കുറച്ച് ലീഗ് അടിമകൾ പറഞ്ഞുകൂടി കേൾക്കാം. ഇതുപോലുള്ള ഷോ കാണിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഈ രണ്ട് പിണറായി സർക്കാരിലും ആരോഗ്യവകുപ്പിന് നേതൃത്വം കൊടുത്ത രണ്ട് മന്ത്രിമാരും ഇന്ന് വീട്ടിലിരിക്കുന്നത്. ഈ തള്ളലുകളിലല്ല ജനം വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. മതം പറഞ്ഞ് വോട്ട് വാങ്ങിയിട്ട് ഊളത്തരം പറയില്ലേ ചേട്ടാ, ഊളത്തരം പറയില്ലേ കേട്ടാ. ആ രണ്ടു പേര് ഈ കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് എല്ലാവർക്കും അറിയാം. ശൈലജ ടീച്ചറെ കുറിച്ചിട്ട് നിങ്ങൾ ഇനി എന്തെങ്കിലും പറയോ? കോവിഡ് വന്ന്, നിപ്പ വന്ന്, എന്തൊക്കെ വന്നു, എല്ലാ മഹാമാരികളെയും തടയണ വെച്ച ഒരു മന്ത്രിയായിരുന്നു അവർക്ക് ഒന്നും ചെയ്യാത്തത് കൊണ്ട് കുറെ അവാർഡുകളും കിട്ടി. വേണമെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയൊരു ഭാഗമാണ്. അതുപോലെ തന്നെ പിന്നീട് വന്ന COVID-19 എന്നിവ പ്രതിരോധിക്കുന്നതിൽ മികച്ച നേതൃപാടവത്തിന് KK ശൈലജ ടീച്ചർക്ക് നിരവധി അന്താരാഷ്ട്ര അവാർഡുകളും ബഹുമതികളും ലഭിക്കുകയുണ്ടായി. യൂറോപ്പിലെ പ്രമുഖ പുരസ്കാരം നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളിലെ മികച്ച നേതൃത്വത്തിന് ഹംഗറി ആസ്ഥാനമായുള്ള സെൻട്രൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയുടെ പരമോന്നത പുരസ്കാരമായ ഓപ്പൺ സൊസൈറ്റി പ്രൈസ് 2021 ശൈലജ ടീച്ചർക്ക് ലഭിച്ചിരുന്നു. ഇതൊക്കെ ഇവിടുത്തെ ആരോഗ്യം ഭയങ്കര മോശമായിട്ടുണ്ട് കേട്ടോ, അങ്ങനെ പറയണേ. യുണൈറ്റഡ് നേഷൻസ് അംഗീകാരം 2020 ലോക പൊതുജന ആരോഗ്യ ദിനത്തോടനുബന്ധിച്ച് ഐക്യരാഷ്ട്രസഭ സംഘടിപ്പിച്ച വെബിനാറിൽ പാനലിസ്റ്റായി പങ്കെടുക്കാൻ ശൈലജ ടീച്ചറെ ക്ഷണിക്കുകയും കേരളത്തിന്റെ പ്രതിരോധ മാതൃകയെ UN പ്രശംസിക്കുകയും ചെയ്തു. സംഭവം ശരിയാണ്. നിങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ട് ഇരുത്തിയിട്ടുണ്ട് വീട്ടില്. പക്ഷെ വീട്ടിലിരുത്തേണ്ടവരെ ഇങ്ങനെ തെരുവിൽ നിർത്തിയിട്ട് ഈ ഡയലോഗ് അടിപ്പിച്ചില്ലേ? നിങ്ങളെ പറഞ്ഞാൽ മതി, ജനങ്ങളെ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് പിണറായി വിജയനോട് മാത്രമാണ് വിരോധമെങ്കിൽ പിണറായി വിജയനോടായിരുന്നു കാണിക്കേണ്ടിയിരുന്നത്. ഇവിടെ ആരോഗ്യ മേഖല അടിപൊളിയായിരുന്നു എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. പക്ഷെ കൂട്ടത്തിൽ അങ്ങ് പൊക്കോട്ടെ എല്ലാം എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ ഇന്ന് കാണിച്ചു കൂട്ടിയിരിക്കുന്നത് എന്താണെന്നറിയോ? അത് നിങ്ങൾ നാളെ ഭാവിയിൽ മനസ്സിലാക്കുന്നുള്ളതാണ്. മുസ്ലിം ലീഗ് അവർ കൃത്യമായിട്ട് മതം ഉപയോഗിച്ചുകൊണ്ട് വോട്ട് വാങ്ങി, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, ഇടതുപക്ഷമോ വലതുപക്ഷമോ മാറി മാറി വരട്ടെ, എന്നാലേ നമുക്ക് ജീവിക്കാൻ കഴിയൂ എന്നുള്ളത്. പക്ഷെ നിങ്ങൾ പൂർണ്ണമായിട്ടും അധികാരത്തിലേറെ ഉടനെ തന്നെ CPIM കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇല്ലാണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ ഇവിടെയുള്ള ജനങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഇവരാണ് ഇനി തുടർഭരണമെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താവും നിങ്ങൾക്ക് പറയാൻ പോലും കഴിയില്ല എന്നുള്ളത്, പറയാൻ പോലും കഴിയില്ല. UDF ആണെങ്കിലും LDF ആണെന്നുണ്ടെങ്കിലും എല്ലാ മതക്കാരും അതിലുണ്ട്, എല്ലാ മതത്തിൽപ്പെട്ട ആളുകളുണ്ട് അതിൽ. അങ്ങനെയാണ് വേണ്ടത്. അല്ലെങ്കിൽ ഒരു സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു കഴിഞ്ഞാൽ എന്താ അവസ്ഥ? ഞാൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാറുണ്ട്, ക്രൈസ്തവന് വേണ്ടി സംസാരിക്കാറുണ്ട്, ഹൈന്ദവന് വേണ്ടി സംസാരിക്കാറുണ്ട്, ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കാറ്. പക്ഷെ ഒന്നേ പറയുന്നുള്ളൂ, മതത്തിന് വേണ്ടി പണിയെടുക്കുന്നവർക്ക് വേണ്ടി സംസാരിക്കാൻ എന്നെ കിട്ടില്ല. മുസ്ലിം ലീഗ് അവിടെയുള്ള ജനങ്ങളെ മുഴുവൻ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിലേക്കുള്ള പാത, സ്വർഗത്തിലേക്കുള്ള വഴിയാണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഊളത്തരാണത്,
ഖുറാനിൽ അങ്ങനെ കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. അത് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇന്നും അവിടെ അത് വിറ്റ് കാശാക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ മതം പറഞ്ഞ് വോട്ട് വാങ്ങിയവന്റെ മുഖം നോക്കി എന്ത് ചെയ്യണം? ആട്ടിവിടണം. ബാക്കി കേൾക്കാം. അനാവശ്യ പ്രസ്താവനകൾ ഇറക്കി രംഗം വഷളാക്കാൻ നോക്കരുത്. ബാധിക്കുക നാട്ടിലെ ജനങ്ങളെയാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി ഉത്തരവാദിത്തപരമായി സംസാരിച്ച് പോകേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വേറെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആരോഗ്യ വകുപ്പ് മന്ത്രി കോഴിക്കോട് ക്യാമ്പ് ചെയ്യണം. ഈ 4 ദിവസം ക്യാമ്പ് ചെയ്യാതെ പോയത് തെറ്റാണ്. മുഖ്യമന്ത്രി മുൻകൈ എടുക്കണമായിരുന്നു. ഞങ്ങളെയൊക്കെ മുഖ്യമന്ത്രിയായിരുന്നു നിർദ്ദേശിച്ചല്ല, ഞങ്ങൾ സ്വന്തം ഇഷ്ടത്തിന് വന്നതല്ല. മുഖ്യമന്ത്രി ജില്ലയിലെ ചുമതലയുള്ള മന്ത്രിയോടും ആരോഗ്യവകുപ്പ് മന്ത്രിയോടും ആവശ്യപ്പെട്ടിട്ടാണ് ഞങ്ങളന്ന് ക്യാമ്പ് ചെയ്തത്. അതിൻ്റെ മുമ്പത്തെ ഗവൺമെൻറ് കാലത്തും അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയോടും ചുമതലയുള്ള മന്ത്രിയോടും മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയാണ്. അങ്ങനെയല്ലേ ഒരു ഗവൺമെൻറ് പ്രവർത്തിക്കേണ്ടത്? എന്തുകൊണ്ടത് ഈ 4 ദിവസം ചെയ്തില്ല? അതുകൊണ്ട് അടിയന്തരമായി ഇത്തരം വിഷയങ്ങളിൽ ഇടപെടണം. ആരോഗ്യവകുപ്പ് മന്ത്രി കോഴിക്കോട് ജില്ലയിൽ ക്യാമ്പ് ചെയ്യണം. എടോ, നിപ്പ വന്ന 45 മുതൽ 75% വരെ മരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതിനൊക്കെ വെക്കണമെങ്കിൽ മുൻകൂറായിട്ട് നമ്മൾ പണിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ അനുഭവ പാഠവുമുള്ള ഒരു ഭരണകൂടം ഉണ്ടായിരുന്നു. അവര് സംസാരിക്കുകയാണ്, അവര് പ്രതിപക്ഷത്തെത്തി, നിർഭാഗ്യവശാൽ പ്രതിപക്ഷത്തെത്തി. പക്ഷെ അവർ പറയുന്ന ആ ഒരു എക്സ്പീരിയൻസിന്റെ പുറത്ത് പറയുന്ന കാര്യങ്ങൾ പോലും പുച്ഛമായി തള്ളുന്ന കുറെ കോമരങ്ങൾ, അടിമകൾ ഇതിനടിയിൽ വന്ന് തെറി വിളിക്കും. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയത്തിലേക്ക് ഈ സർക്കാർ പോയതും അതുകൊണ്ടാണ് ഈ വലിയ രീതിയിൽ ഇതിന്റെ മുകളിൽ കോലാഹലം നടത്തുന്നവർ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുക. മതം പറഞ്ഞ് വോട്ട് വാങ്ങിയിട്ട് ഊളത്തരം പറയുന്നോടാ. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മുസ്ലിം ലീഗിന് വോട്ടുള്ളത്. ഏകദേശം 21ഓളം ആളുകൾ, അതിൽ മന്ത്രിമാരൊക്കെ ആയിട്ട് കുറെ എണ്ണം ഉണ്ട് എന്നുള്ളതാണ്. ഒന്നേ പറയുന്നുള്ളൂ, നിങ്ങൾ എന്നെങ്കിലും വികസനം പറഞ്ഞിട്ട് വോട്ട് പിടിക്കുക. മതമാണ് പ്രശ്നം. ഞങ്ങൾക്ക് അങ്ങനെയില്ല, മാനവികതയാണ് ഞങ്ങളുടെ പ്രശ്നം. അതാദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഞാനൊരു കമ്മ്യൂണിസ്റ്റ് മനോഭാവമുള്ള ആളാണ്, അത്രേ ഉള്ളൂ. അതിലുപരി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ പിണറായി വിജയനെ ഞാൻ വലിച്ചു കീറി ഓടിച്ചിട്ടുണ്ട്. അതിനർത്ഥം ഞാൻ പിണറായി വിരുദ്ധനെന്നോ പിണറായി വിജയനെതിരെ മാത്രം സംസാരിക്കുന്നവനോ ഒന്നല്ല. ഇവിടെ ആരാണോ ഭരിക്കുന്നത് ഭരണപക്ഷത്തിന്റെ ഊളത്തരം ചൂണ്ടിക്കാണിക്കും. അതിനി മാറി മാറി വന്നാലും അത് തന്നെ ചെയ്യും. ഒരു തർക്ക കാര്യത്തിൽ വേണ്ട. എന്നെ തെറി വിളിച്ച ഒരുപാട് സഖാക്കന്മാരുണ്ടല്ലോ, ഇപ്പൊ വന്നിട്ട് അടിപൊളി പറയുന്നില്ലേ. ഇനി ഇത് മാറിക്കഴിഞ്ഞാൽ അടുത്ത ഭരണം വരുമ്പോ അവർക്കെതിരെ ചിലപ്പോൾ സംസാരിക്കേണ്ടി വരും. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പറയും. ഇത് ജനാധിപത്യ രാജ്യമാണ്. പറയേണ്ട ഇടത്ത്, പറയേണ്ട സമയത്ത് ആക്യുറേറ്റ് ആയിട്ട് പറയും. അത്രേ ഉള്ളൂ. എന്നെ അറ്റാക്ക് ചെയ്ത് എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനിത് കുറെ കണ്ടതാണ്. പണ്ട് പറയുന്ന പോലെ വെടിക്കെട്ടുകാരനെ ഉടുക്കൂട്ടി പേടിപ്പിച്ചാലൊന്നും നടക്കില്ല. പക്ഷേ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഡോക്ടർമാരും സ്റ്റാഫും ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അന്ന് ഈ നിപ്പ കൊറോണ ഒക്കെ വന്ന സമയത്തും ഡോക്ടർമാര് പണിയെടുത്തിരുന്നത്. പക്ഷെ നിന്നെ പോലെയുള്ള ആളുകൾ പറഞ്ഞത് ഇങ്ങനെയൊന്നല്ല കേട്ടോ. അപ്പൊ അതവിടെ നിൽക്കട്ടെ. പിന്നെ ഉടുക്ക് കൊട്ടി പേടിപ്പിക്കണ്ട പോലും. നിന്നെ ഉടുക്ക് കൊട്ടിയിട്ടൊന്നും പേടിപ്പിച്ചിട്ട് കാര്യമില്ല, കാരണം ചെവി കേൾക്കില്ല. ഞാൻ പറഞ്ഞു, ഇത്രയേറെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടും ഇതിനേക്കാൾ ശക്തമായിട്ടാണല്ലോ അന്ന് ഇവർ പണിയെടുത്തിരുന്നത്. കൊറോണയെയും നിപ്പയെയും ഒക്കെ വളരെ വ്യക്തമായിട്ട് വളരെ വൃത്തിയിൽ തന്നെയാണ് പിടിച്ചു കെട്ടിയിട്ടുള്ളത്. പാത്രം കൊട്ടാൻ പറയുമ്പോൾ പാത്രം കൊട്ടലും, പടക്കം പൊട്ടിക്കുമ്പോൾ പടക്കം പൊട്ടിക്കുന്ന പരിപാടി, ലൈറ്റ് ഓഫ് ആക്കാൻ പറയുമ്പോൾ ലൈറ്റ് ഓഫ് ആക്കുന്ന പരിപാടി ഒന്നും അല്ല ചെയ്തിരുന്നത്. കൃത്യമായിട്ട് എന്താണോ ചെയ്യേണ്ടത് കൃത്യമായി ചെയ്തിട്ടുണ്ട്. ശൈലജ ടീച്ചർക്ക് 5 or 6 അവാർഡുകൾ പോലും ആ കാര്യത്തിൽ കിട്ടിയിരുന്നത്. അതായത് ലോക സംഘടനകളടക്കം അവരെ ആദരിച്ചു. പക്ഷെ നിങ്ങൾ അന്ന് കൊഞ്ഞലം കുത്തി ആ സീറ്റിൽ വന്ന് ഇരിക്കുന്നില്ലേ? നിങ്ങളെ കുറിച്ച് ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കണ്ടേ? കേൾക്കാം. എത്തേണ്ടത് പറഞ്ഞാൽ മന്ത്രി എത്തേണ്ട വിഷയം തന്നെയല്ലേ ഇത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമുക്ക് നിപ്പ എല്ലാ വർഷം ഉണ്ട്, ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ മന്ത്രിനെ രൂക്ഷമായി നമ്മളെ വീണ ജോർജിനായിട്ട് അതിന് മുമ്പായിട്ട് ശൈലജ ടീച്ചറായിട്ട് രൂക്ഷമായി വിമർശിച്ച മന്ത്രിയായിട്ട് നമുക്കുണ്ട് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അത് എത്താത്തത് വളരെ മോശമുള്ള ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നുന്നത്. നിപ്പ വന്നാൽ അതിന് ചികിത്സിക്കണം, അതിനുള്ള സന്ദർശനങ്ങളൊക്കെ ചെയ്യണം. തന്നെ വരാതിരിക്കട്ടെ. മന്ത്രി സഹായം വേണം, അല്ല പറ്റൂല. എത്തേണ്ടതാണ്, ചികിത്സിക്കേണ്ടതാണ്. മന്ത്രി വരണം, ശരിക്ക് മന്ത്രി വന്ന് നോക്കണം, എല്ലായിടത്തും പോയി നോക്കണം. പക്ഷെ ഇപ്പൊ നേരെ ഒരു മന്ത്രി വന്നിട്ടൊന്നുമില്ല. ശൈലജ ടീച്ചർ ഉണ്ടായിരുന്ന സമയത്ത് എല്ലായിടത്തും ഓടിയെത്തിയിരുന്നു. ഇവർക്കിപ്പോ ഭരണം കിട്ടാൻ വേണ്ടിയില്ല ഇതൊക്കെ ചെയ്യുന്നത്. മന്ത്രി നേരിട്ട് എത്തേണ്ടതുണ്ട്, എത്തും തന്നെയാണ് വിശ്വാസം. കാരണം കെ മുരളീധരൻ അങ്ങനെ മോശമായ വ്യക്തിത്വം ഒന്നല്ല, മുമ്പ് കഴിവ് തെളിയിച്ച ആൾ തന്നെയാണ്. അത് രാഷ്ട്രീയക്കാരെ ആരോഗ്യമന്ത്രി ആക്കിയിട്ടൊരു കാര്യമില്ല. അതിനെപ്പറ്റി അറിയുന്ന ഡോക്ടർമാരിലായാലും ആരോഗ്യമന്ത്രിയായി വരണം. മെഡിസിൻ പഠിച്ച ആൾക്കാർ ആരോഗ്യമന്ത്രിയായി വരണം എന്നാണ് എന്റെ കാഴ്ചപ്പാടിൽ പറയുന്നത്. അല്ലാതെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ട് ഞാൻ ആരോഗ്യമന്ത്രിയാണെന്ന് പറഞ്ഞിട്ട് അവിടെ കസല കുത്തുന്ന ഒരു കാര്യമില്ല. അതെ, അതാണ് പറയാനുള്ളത്. അപ്പൊ ഒരു വിവരവും വിദ്യാഭ്യാസം ഇല്ലാതെ കസേരയെ പോയി ഇരുത്തരുത്. ഇതിനൊക്കെ ആരാടാ കൊണ്ട് ഇരുത്തിയത് എന്നാണ് ചോദിക്കാനുള്ളത്. അപ്പൊ വി മുരളീധരൻ ചേട്ടോ,
നിങ്ങളുടെ ആ ഒരു ചിരി ഉണ്ടല്ലോ, ആ ചിരി രണ്ടായി മടക്കി പോക്കറ്റിൽ അങ്ങ് വെക്കണം കേട്ടോ. പിന്നെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഉണ്ടല്ലോ, അത് ഞങ്ങൾക്ക് കിട്ടിയേ ഒക്കുള്ളൂ. നിങ്ങൾ മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയില്ല എങ്കിൽ ജനാധിപത്യ രാജ്യത്തിനോട് നിങ്ങൾ കൊഞ്ഞലം കുത്തി കാണിക്കുന്ന അർത്ഥം. 5 വർഷം കഴിഞ്ഞാൽ വീണ്ടും വോട്ടെടുപ്പ് ഉണ്ടാവും. മതം പറഞ്ഞ് വോട്ട് വാങ്ങാൻ വരുന്നവന്റെ മുഖം നോക്കി കാർക്കിച്ചങ്ങ് തൊപ്പിയേക്കണം. മുഖത്തൊന്നും വേണ്ട, റോട്ടിൽ തുപ്പിയാലും മതി. അതാണ് ചെയ്യേണ്ടത്. പക്ഷേ സ്വർഗം കിട്ടും, തേങ്ങ കിട്ടും, മാങ്ങ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ലീഗിന്റെ കുറെ ആളുകൾ നിങ്ങളുടെ വീട്ടിൽ കയറി ഇറങ്ങും. അപ്പൊ വീണ്ടും വരാം പുതിയ വാർത്താവിശേഷങ്ങളുമായി. സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.